സ്വന്തമായി വാങ്ങിയ 1.5 ഏക്കർ സ്ഥലം അവിടം സ്ഥിര പന്തലിട്ട് മികച്ച കൃഷിയിടമാക്കി മാറ്റി. ജൈവിക കൃഷിരീതിക്ക് പ്രാധാന്യം നൽകി പച്ചക്കറികൾ നട്ടു. പാവൽ, പയർ, പടവലം, വെണ്ട, കപ്പ, വഴുതന തുടങ്ങിയവയാണ് പ്രധാന വിളകൾ. ഞങ്ങൾക്ക് മെയിനായിട്ടുള്ളത് പൈനാപ്പിൾ കൃഷിയാണ്. പൈനാപ്പിൾ കൃഷി 300 ഏക്കറോളം സ്ഥലത്ത് ഞങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് റംബൂട്ടാൻ്റെ കൃഷി നമ്മൾ ലീസിനെടുത്ത് റംബൂട്ടാനും കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങിയേക്കണാണ്. ഇതിപ്പോൾ ഞങ്ങളൊരു 1.5 ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങിച്ച്, ഇത് ലീസിനല്ല, വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്ന സ്ഥലമാണ്. പച്ചക്കറി കൃഷി ചെയ്യാനാണ്. പടവലം, പാവൽ, പയർ, വെണ്ട, കപ്പ, വഴുതന അങ്ങനെ എല്ലാ ഐറ്റവും ഇതിനകത്തുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ പ്രാവശ്യം ആദായം എടുത്ത് നല്ല രീതിയിലാണ് കൃഷി പോകുന്നത്. നല്ല രീതിയിൽ ആദായം കിട്ടിയിട്ടുണ്ട്. പാകമായ വിളകൾ കായ്ച്ചു കിടക്കുന്നത് കാണാൻ തന്നെ എന്താ അഴക്. ആദ്യഘട്ടത്തിൽ തന്നെ 100 മേനി വിളവും ലഭിച്ചു. വ്യാവസായിക അടിസ്ഥാനത്തിൽ പൈനാപ്പിളും റംബൂട്ടാനും കൃഷി ചെയ്തു വരുന്ന സിബി ജോർജും ഗ്രീൻ വിൻസെന്റും അങ്ങനെ പച്ചക്കറി കൃഷിയിലും തങ്ങളുടെ മികവ് തെളിയിച്ചു. ഇപ്പോൾ യുവാക്കൾ ഈ മേഖലയിലേക്ക്, കൃഷി മേഖലയിലേക്ക് കടന്നു വരുന്നില്ലാത്തൊരു സമയമാണ്. ഞങ്ങളുടെ രണ്ടുപേരെയും അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ യുവാക്കളെല്ലാവരും കൃഷിയിലേക്ക് വരണം. എല്ലാവരും പുറത്തേക്ക് പോണ ഒരു രീതിയാണ് കാണുന്നത്. കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു രീതി കാണുന്നില്ല. ഞങ്ങൾ അതിനെ എല്ലാ അഭിപ്രായങ്ങളും പറഞ്ഞു കൊടുക്കുന്നതാണ്. ചെറുപ്പക്കാർക്ക് ആർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ 2ാം ഘട്ടത്തിലും മികച്ച വിളവാണ് കിട്ടുന്നത്. തങ്ങളെപ്പോലെ കൂടുതൽ യുവാക്കൾ കൃഷിയിലേക്ക് കടന്നാൽ നമുക്ക് സ്വയം പര്യാപ്തമാകാമെന്ന സന്ദേശമാണ് ഇരുവരും പകർന്നു നൽകുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. തത്സമയം ശ്യാംപ്രസാദ് ഉത്തമൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്യാംപ്രസാദ്. എനിക്ക് തോന്നുന്നു ഗ്രീൻ എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പേര് തന്നെ അവരൊരു കർഷകരാണ് എന്ന് തെളിയിക്കുന്നു. ഈ ഗ്രീൻ എന്നുള്ള പേര് ശരിക്കും നേരത്തെ ഉള്ള പേരാണോ അതോ കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോഴെങ്ങനെ സ്വീകരിച്ച പേരാണോ എന്ന് എനിക്കൊരു കൗതുകവും തോന്നി കേട്ടോ. പറയൂ അവരുടെ വിശേഷങ്ങൾ. മോത്തി, അതായത് നമ്മൾ ഒരു നല്ലൊരു കൃഷിയിടം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സറിയാതെ പറയും ഇവിടം സ്വർഗമാണ് എന്ന്. അങ്ങനെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളുള്ള 2 ചെറുപ്പക്കാരാണ് ഈ ഗ്രീൻ, അതോടൊപ്പം തന്നെ ഗ്രീൻ്റെ കൂടെയുള്ള ആളും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി റംബൂട്ടാനും പൈനാപ്പിളും ഒക്കെയാണ് ആദ്യഘട്ടത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ പച്ചക്കറിയിലേക്ക് തിരിഞ്ഞു. ഈ പച്ചക്കറിയിലും ഇവർക്ക് 100 മേനി വിളവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2ാം ഘട്ട വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 2ാം ഘട്ടത്തിലും മികച്ച വിളവെടുപ്പാണെന്നാണ് ഇരുവരും പറയുന്നത്. സാധാരണഗതിയിൽ അവർ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഈ വൈറ്റ് കോളർ ജോബ് തേടി പോകുന്ന ഒരു തലമുറയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് പേർ ഇത്തരത്തിൽ മണ്ണിൽ പണിയെടുക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അത് കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഇപ്പോൾ മണ്ണിൽ പണിയെടുത്ത് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ നാടും ഈ അടുത്ത് തന്നെ വരും കാലഘട്ടങ്ങളിൽ ഒരു സ്വയം പര്യാപ്തമാകും എന്ന ഒരു ആശയം, ആ ആശയം പങ്കുവെക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന്. എന്തായാലും മികച്ച രീതിയിൽ ആ കൃഷി നടത്താൻ ഇവർക്ക് കഴിയുന്നുണ്ട്. പാവലുണ്ട്, വഴുതനയുണ്ട്, വെണ്ടയുണ്ട്, അങ്ങനെ ഒട്ടനവധി പച്ചക്കറികൾ അവരവിടെ വിളവെടുത്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പച്ചക്കറി ഇപ്പോൾ കുറച്ചു മുമ്പ് മോത്തി പറഞ്ഞതുപോലെ ഈ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ മണ്ണിൽ പണിയെടുക്കണമെങ്കിൽ അതിനൊരു മനസ്സ് വേണം, ഒത്തിരി കഷ്ടപ്പെടണം. സ്വാഭാവികമായിട്ടും ആ കഷ്ടപ്പാടെല്ലാം ത്യജിച്ചുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കഴിയുമ്പോൾ ആ വിളഞ്ഞു നിൽക്കുന്ന ആ പാടം കാണാൻ, അല്ലെങ്കിൽ ആ ഒരു കൃഷിയിടം കാണുമ്പോൾ നമ്മൾ ചെയ്ത കഷ്ടപ്പാടൊക്കെ മൊത്തം ഇല്ലാണ്ട് അലിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ കണ്ണുകൾക്ക് നൽകുക. കാരണം എത്ര സുന്ദരമായ കാഴ്ചയാണ്, അതായത് ഈ പച്ചക്കറികളെല്ലാം തന്നെ വിളഞ്ഞു കിടക്കുക എന്ന് പറയുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ പ്രദേശത്തെ, പോത്താനിക്കാട് എന്ന് പറയുന്ന ആ പ്രദേശത്തെ പൂർണ്ണമായിട്ടും ഒരു നല്ല ഒരു സ്വർഗമാക്കി മാറ്റിയിരിക്കുകയാണ് മോത്തി.